Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തേ? കോഡിഫിക്കേഷൻ പറഞ്ഞില്ലേ? Yes, ma'am. ഓക്കെ, ആ ഒരു 6 സിസ്റ്റംസും പറഞ്ഞില്ലേ? എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതിന്റെ എന്നുള്ളത്? Yes. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതില്? No, ma'am. ഇല്ല, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോളിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അവിടെ ആ ഒരു നിയന്ത്രണമാണ്, സ്റ്റോക്കിലുള്ള നിയന്ത്രണം അല്ലെ. അപ്പൊ അതിവിടെ ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസേഴ്സ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിലൊരു 10 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 10 നമ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ABC എന്ന് പറയുന്നത്. നമ്മുടെ ആൽഫബറ്റിക്കൽ അപ്രോച്ച് അല്ലെ. നോക്കിയേ, ആനുവൽ വാല്യൂ ഓഫ് ടു കൺട്രോൾ ദ ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസംഷൻ ഓഫ് പർച്ചേസസ് storing or always better control items concerned and issue of materials in the normal course of business. നമുക്ക് കുറച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ 10 ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ കോഡ് ഉപയോഗിച്ച് നമുക്ക് 10 കോഡുകളാണ് ഇതിൽ പറയുന്നത്. 10 കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നത് മനസ്സിലാക്കി എന്താണ് അതിന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് ABC എന്നുള്ള ഒരു കോഡാണ് ഉപയോഗിക്കുന്നത്. ABC അനാലിസിസ് എന്നാണ് അതിനെ ശരിക്കും പറയുന്നത്. ABC അനാലിസിസ്. നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു കോഡ് എന്തിനെ സൂചിപ്പിക്കുന്നു, എങ്ങനെയുള്ള ഐറ്റത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കോഡും ഓരോ രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ABC എന്ന് പറയുന്ന ഒരു കോഡ്. ഇതൊരു ആൽഫബറ്റിക്കൽ അപ്രോച്ച് ആണ് അല്ലെ. ഇപ്പൊ ഒരു സ്ഥാപനം, ആ ഒരു സ്ഥാപനത്തിന് സ്റ്റോർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനി അത് സ്റ്റോർ ചെയ്ത് വെച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് വിതരണം ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല കൺട്രോൾ അല്ലെങ്കിൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ അല്ലെ, നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അല്ലെ. എപ്പോഴും നല്ലൊരു നിയന്ത്രണം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേണം, സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേണം, ഇഷ്യൂ ചെയ്യുന്ന വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും നല്ലൊരു ബെറ്റർ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മളൊരു ആൽഫബറ്റിക്കൽ അപ്രോച്ച് ആണ് ഇവിടെ നടത്തുന്നത്. ആ ഐറ്റംസ്, ആ മെറ്റീരിയൽസിനേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആൽഫബറ്റിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് ABC എന്ന് 3ആയി ക്ലാസിഫൈ ചെയ്ത് പറയുന്നു. അതാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ABC നമ്മൾ ഓൾറെഡി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറയുന്നുണ്ട് അല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും Aയുടെ ഉള്ളിൽ ഏതൊക്കെ ടൈപ്പ് വരും, Bയുടെ ഉള്ളിൽ ഏതാണ് വരുന്നത്, Cയുടെ ഉള്ളിൽ ഏതാണ് വരുന്നത് കേട്ടോ. സെക്കൻഡ് വൺ ആണ് BED. എന്താണ് BED എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഓൾറെഡി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. വൈറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്. അത് ഇവിടെ എന്താ, ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റം യൂസ് ടു ഡിറ്റർമൈൻ ദി സ്റ്റോക്ക് ലെവൽസ്. ഇവിടെ എന്താണ്, ആ ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതുവഴി നമുക്ക് സ്റ്റോക്ക് ലെവൽസ് നിർണ്ണയിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. ഇവിടെ ആ ഒരു ക്രിട്ടിക്കൽ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിന്റെ സ്വഭാവം അത് വളരെ വൈറ്റൽ ആണോ, സുപ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ആണോ, അതാണ് B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതൊരു എസെൻഷ്യൽ അല്ലെങ്കിൽ അത്യാവശ്യ ഘടകമാണോ, അതുപോലെ D എന്ന് പറയുന്നത് എന്താ, ഡിസൈറബിൾ, ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഐറ്റം ആണോ എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടന്നത്. BED എന്ന് പറഞ്ഞാല് വൈറ്റൽ ആയിട്ടുള്ളവയെ ബിയിൽ ഉൾപ്പെടുത്തുന്നു. ദെൻ എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ളവയെ ഡിയിൽ ഉൾപ്പെടുത്തുന്നു. ഡിസൈറബിൾ അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ളവയെ
ഡിയിൽ ഉൾപ്പെടുത്തുന്നു. അത് അവിടുത്തെ ആ ഒരു നേച്ചർ ഓഫ് ആ ഒരു ക്രിട്ടിക്കൽ നേച്ചർ, ആ ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവം അനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഒരു വൈറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഒരു എമർജൻസി മെഡിസിൻ ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതൊന്നും ഇല്ലാതെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റില്ല അല്ലെ. അതുപോലെ എസെൻഷ്യൽ, വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കും ആ ഒരു സ്ഥാപനത്തിന് വേണ്ടത് അല്ലെ. ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലെ, അതൊക്കെ ഒഴിവാക്കി നമുക്കൊരു ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതുപോലെ ഡിസൈറബിൾ എന്ന് പറയുമ്പോൾ എന്താ, അത് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല, അഭികാമ്യമാണ്. അപ്പൊ അതിന് പല എക്സാമ്പിൾ നമ്മൾ ഈ മെഡിസിൻ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമുക്കൊരു കഫ് സിറപ്പ്. ഈ ഒരു കഫ് സിറപ്പ് നമുക്ക് അത്യാവശ്യമാണോ, വളരെ അത്യാവശ്യം അല്ലെങ്കിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല അല്ലെ, അതൊരു അഭികാമ്യമായിട്ടുള്ള കാര്യം. അതായത് അതില്ലെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റുകൾ നടത്താം അല്ലെ, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഈ മൂന്നെണ്ണവും ആ ഒരു വസ്തുവിന്റെ പർട്ടിക്കുലർ ക്രിട്ടിക്കൽ നേച്ചർ അല്ലെങ്കിൽ നിർണായ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളവയാണെങ്കിൽ വി എന്ന് കോഡ് ചെയ്യുന്നു. എസെൻഷ്യൽ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണെങ്കിൽ ഇ എന്ന് കോഡ് ചെയ്യുന്നു. ഡിസൈറബിൾ അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ളവയാണെങ്കിൽ അത് ഡി എന്ന് കോഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? ഓക്കെ. തേർഡ് വൺ ആണ് XML. എന്താണ് XML എന്ന് ഉദ്ദേശിക്കുന്നത്? യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ എന്നാണ് കേട്ടോ അവിടെ, മെറ്റീരിയൽ എന്നാണ് യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിന്റെ വില അല്ലെ, പ്രൈസിനനുസരിച്ച് അല്ലെങ്കിൽ വിലയ്ക്ക് അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ടു കൺട്രോൾ ദ പർച്ചേസിംഗ്. ഇതിലൂടെ ആ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് പർച്ചേസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താ, ഇവിടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് ആ ഒരു വസ്തുവിന്റെ വില അല്ലെങ്കിൽ പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ്. എന്തായിരിക്കും അപ്പോ എച്ച് എന്ന് പറയുന്നത്? ഹൈ അല്ലെ, ഹൈ ആയിരിക്കും അല്ലെ, ഹൈ കോസ്റ്റ് ആയിരിക്കും. എം എന്ന് പറയുമ്പോഴോ മീഡിയം കോസ്റ്റ് ആയിരിക്കും അല്ലെ, ലോ എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റ് ആയിരിക്കും. പല ഐറ്റംസും പല വിലയ്ക്കല്ലേ നമുക്ക് കിട്ടുന്നത് അല്ലെ, ഹൈ കോസ്റ്റിൽ കിട്ടുന്നവയുണ്ടാവാം. അപ്പൊ അതിന്റെ കോഡ് എന്താ? എച്ച് ആയിരിക്കും. എം എന്ന് പറയുമ്പോ മീഡിയം കോസ്റ്റിൽ കിട്ടുന്നവയാണ്, എൽ എന്ന് പറയുമ്പോഴോ ലോ കോസ്റ്റിൽ കിട്ടുന്നവയാണ്. ഇവിടെ അതിന്റെ ആ ഒരു സാധനത്തിന്റെ പ്രൈസ് അല്ലെങ്കിൽ വിലയെ അടിസ്ഥാനമാക്കിയാണ് XML എന്ന് പറഞ്ഞ രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ക്ലിയർ ആണോ? ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ആണ് XYZ. എന്താണ് XYZ? നോക്കി, ഡിപ്പെൻഡ്സ് ഓൺ ടു റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ ഓഫ് ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് എന്നാണ് കേട്ടോ അവിടെ. Inventory value of inventories and of items stored, their uses at a scheduled intervals. ഇവിടെ എന്താ XYZ എന്ന് പറയുന്നത്? ഇവിടെ ആ ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിലെ വസ്തുക്കളുടെ മൂല്യം അനുസരിച്ചാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ആ ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ആ മൂല്യം എന്ന് പറയുന്നത് ആ ഒരു ഐറ്റം നമ്മൾ സ്റ്റോറിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോ ആ മൂല്യത്തിനനുസരിച്ച് ചിലപ്പോൾ എപ്പോഴും അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. യൂസസ് ഷെഡ്യൂൾഡ് ഇന്റർവെൽസിലായിരിക്കും, ഒരു നിശ്ചിത ഇടവേളകളിലായിരിക്കും അതിന്റെ ഉപയോഗം വരുന്നത്. നമ്മള് മാസ്ക് ഒക്കെ കൂടുതൽ ഉപയോഗിക്കാറുള്ളവരാണ് അല്ലെ. എപ്പോഴാണ് നമ്മൾ കൂടുതൽ മാസ്ക് ഉപയോഗിച്ചിട്ടുള്ള സമയം? എപ്പോഴാണ് നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാസ്ക്? കൊറോണ അല്ലെങ്കിൽ കോവിഡ് സമയത്താണ് നമ്മൾ കൂടുതലും മാസ്ക് ഉപയോഗിച്ചിരുന്നത് അല്ലെ. ആ സമയത്ത് മാസ്ക് ഉപയോഗിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. എല്ലാവരും നമ്മൾ പുറത്ത് പോകുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ മാസ്ക് ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് ആ ഒരു മാസ്കിന്റെ വിലയിലാണോ മൂല്യമായിരുന്നോ പ്രധാനമുള്ളത്? മൂല്യത്തിലാണ് അല്ലെ. ആ ഒരു വില ചിലപ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷെ അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആ സമയത്ത് എങ്ങനെയായിരുന്നു? കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോ അതിനത്രയും മൂല്യമുണ്ടോ? ആ ഒരു മാസ്കിന് ഇപ്പോ അതത്രയും മൂല്യമുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴും ഇതുപോലെയുള്ള ഓരോ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറിലും ഉണ്ടായിരിക്കും അല്ലെ. ആ സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതിന് ചിലപ്പോ അന്നേരം മൂല്യമില്ലെങ്കിലും നിശ്ചിത ഇടവേളകളിൽ അതിന് മൂല്യം വർദ്ധിക്കും.
അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് അന്നും ഉണ്ടായിരുന്നു, പക്ഷെ അത് ആരും അധികം മൂല്യം കൊടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിന് ആ ഒരു ആവശ്യകത വന്നപ്പോ അവിടെ അതിന്റെ മൂല്യം കൂടി അല്ലെ. അപ്പൊ ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരിടയ്ക്ക് നമുക്ക് എന്താ ഒരു മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വൈറൽ ഫീവേഴ്സ് കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള മാസ്കുകളാണെങ്കിലും അതിനനുസരിച്ചുള്ള ചില മരുന്നുകളാണെങ്കിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മാസ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ സമയത്ത് നിശ്ചിത ഇടവേളകളിലാണ് നമുക്കത് കൂടുതൽ ഉപയോഗം വരുന്നത്. അതിന്റെ മൂല്യം ആ സമയത്തായിരിക്കും കൂടുതൽ. അതിന്റെ മൂല്യം അനുസരിച്ച് വിലയല്ല, അവിടെ മൂല്യമാണ് നോക്കുന്നത്. ആ ഒരു വസ്തുവിന്റെ മൂല്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്, ഏറ്റവും മൂല്യം കൂടിയവയെ എക്സ് എന്നതിൽ കാറ്റഗറൈസ് ചെയ്യാം. ഇനി അതിൽ കുറവാണ് മൂല്യം, അതിൽ കുറച്ച് കുറവുള്ളവയാണെങ്കിൽ വൈയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും മൂല്യം കുറഞ്ഞ ഒരു വസ്തുവാണെങ്കിൽ അതിനെ ഇസഡിൽ കാറ്റഗറൈസ് ചെയ്യാം. അതാണ് എക്സ് വൈ ഇസഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സ് വൈ ഇസഡ് ഈ 4 എണ്ണത്തിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ 4 എണ്ണം പറഞ്ഞതിൽ ABC നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കൊണ്ടാണ് മിസ് എയിൽ വരുന്നത് ഏതാണ്, ബിയിൽ വരുന്നത് ഏതാണ്, സിയിൽ വരുന്നത് ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാതെ. ബാക്കി 3 എണ്ണം ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് 5th വൺ ആണ് FSN. അതിന്റെ ആ എക്സ്പാൻഡ് ഫോം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ചിലതിന്റെ ഇപ്പൊ XYZന്റെയും എന്താണ് ഇതിന്റെ എല്ലാത്തിനും എക്സ്പാൻഡ് ഫോം ഇല്ല എങ്കിൽ കൂടി ചിലതിന്റെ ഒക്കെ എക്സ്പാൻഡ് ഫോം വച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നോക്കി, FSN എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസെപ്ഷൻ ടു റീസ്ട്രെയിൻ പർച്ചേസസ്. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? F എന്ന് ഉദ്ദേശിച്ചാൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ്. ഒരു സ്റ്റോറില് ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് എഫ് എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എസ് എന്തായിരിക്കും? അപ്പോ എസ് എന്തായിരിക്കും? എസ് എന്തായിരിക്കും? സ്ലോ മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ. എന്നോ എൻ എന്തായിരിക്കും? ഫാസ്റ്റ്, സ്ലോ. അതിന് താഴെ എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? നോർമൽ അല്ല, നോ മൂവിങ്, ഒട്ടും തന്നെ മൂവ് ചെയ്യാത്തവ കേട്ടോ. ആ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത്. FSN എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് മൂവിങ്. ഫസ്റ്റ് വൺ ആണ്. ആ ഒരു മൂവിങ്ങിനനുസരിച്ച് എത്രത്തോളം ആ ഒരു സ്റ്റോറിയിൽ നിന്നത് ചിലവാകുന്നുണ്ട്. നമ്മൾ പറയാറില്ലേ ചില ഐറ്റംസ് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവാം, സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവാം. അതുപോലെ സ്റ്റോർസ് ഓൺ നല്ലാട്ടോ, അത് നോ മൂവിങ് നാക്കട്ടോ. ഫ്രം ദ സ്റ്റോർസ് നോ മൂവിങ്, നോ മൂവിങ് നാക്കട്ടോ. ക്ലിയർ ആണോ? അപ്പൊ 3 രീതിയിൽ. അപ്പൊ അവിടെ ആ ഒരു ഫാസ്റ്റ് മൂവിങ് എങ്ങനെയാണ്, എത്രത്തോളം അതിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നതിനനുസരിച്ച് ഫാസ്റ്റ് ആണ് മൂവിങ് ആണോ, സ്ലോ മൂവിങ് ആണോ, നോ മൂവിങ് ആണോ എന്ന രീതിയിൽ വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആണോ? FSN ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് SDE. എന്തായിരിക്കും SDE എന്ന് പറയുന്നത്? ദ പർച്ചേസിംഗ് പ്രോബ്ലംസ് ലീഡ് ടൈം. എന്താണ് ഒരു ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പർച്ചേസിംഗിന് വേണ്ടിയുള്ള ഓർഡർ കൊടുത്ത് ആ സാധനം നമുക്ക് ഡെലിവർ ചെയ്യുന്നത് വരെ എത്ര സമയം എടുക്കുമോ ആ സമയത്തെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ഈ ലീഡ് ടൈമിൽ ഒരു പ്രോബ്ലം അനുഭവപ്പെടുകയാണ്. അപ്പൊ എന്താണ് ഒരു പ്രോബ്ലം അനുഭവപ്പെടുകയാണ് അല്ലെ. അപ്പൊ നോക്കി ഇവിടെ എന്താണ് SDE എന്ന് പറഞ്ഞാല്? എസ് എന്ന് പറഞ്ഞാല് സ്കെയർ ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്. എന്താണ് ആ ഒരു വസ്തു നമ്മളിപ്പോ പറഞ്ഞില്ലേ ലീഡ് ടൈമിന് ആ ഒരു വസ്തു പർച്ചേസ് ചെയ്യാൻ നമ്മൾ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദൗർലഭ്യം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റോറിൽ നമ്മൾ ആ സാധനം വേണം സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ചിലപ്പോ പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ലഭ്യമാകാനുള്ള എന്താണ് സ്കേഴ്സ് അല്ലെ. സ്കെയർ എന്ന് പറഞ്ഞാൽ സ്കാർസ് എന്ന് പറയുന്നത് അവിടെ ദൗർലഭ്യം ഉണ്ടാവുകയാണ്. ആ ഒരു വസ്തു ലഭിക്കാനുള്ളൊരു ദൗർലഭ്യം അനുഭവപ്പെടുന്നതിനെയാണ് എസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഡി എന്തായിരിക്കും?
difficult to get availability of the item. ആ ഒരു ഐറ്റം ലഭ്യമാകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പൊ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നുള്ളത് ഒത്തിരി നാളെ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എന്നാൽ കുറച്ച് സമയം നമ്മൾ ബുദ്ധിമുട്ടി അത് ലഭിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യത്തേത് എങ്ങനെയാണ്? നമുക്കതിന് ഭയങ്കര ദൗർലഭ്യം, അത് അത്രയും അധികം നമുക്കത് ലഭിക്കാനില്ലാത്തൊരവസ്ഥയാണ്. ഇനി മൂന്നാമത്തത് അപ്പൊ എങ്ങനെയായിരിക്കും? scarce to attain in regard ആണ് ഫസ്റ്റ്. വെരി ഗുഡ്. മൂന്നാമത്തേത് ഏതാ? ഈസി അല്ലെ? ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് ലഭ്യമാകുന്നവ. അങ്ങനെയുള്ള ലഭിക്കുന്ന ആ ഒരു സമയം അല്ലെ നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുമോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമോ അത് കിട്ടാനാണെങ്കിൽ, വളരെ ദൗർലഭ്യം ഉണ്ടാവുമോ എന്നതിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് SDE ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ എന്താ? scarce to attain in regard to analyst. അപ്പൊ എന്താ? ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദൗർലഭ്യം അനുഭവപ്പെടുന്നു. Then difficult, D എന്ന് പറഞ്ഞാൽ എന്താ? difficult to get availability of the item. ആ ഒരു വസ്തു ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടതായിട്ട് വരും. പക്ഷെ അത്രയും കുറെ നാൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് ഇ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് ലഭ്യമാകുന്ന, പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസ്. ക്ലിയർ ആണോ? SDE ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഗോൾഫ്. എന്തായിരിക്കും ഗോൾഫ്? source of the material to plan the purchase strategies. ആ മെറ്റീരിയൽ ലഭ്യമാകുന്ന സ്രോതസ് എവിടെ നിന്നാണ്? അത് ഗോൾഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജി എന്താ? എക്സ്പാൻഡ് ചെയ്യുന്ന ഗവൺമെന്റ് സോഴ്സിൽ നിന്നാണോ ആ സാധനം നമുക്ക് ലഭ്യമാകുന്നത്? ഇനി ഒരു ഓർഡിനറി സോഴ്സിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു ഓർഡിനറി പർച്ചേസ് വഴിയാണോ നമുക്ക് ആ സാധനം ലഭ്യമാകുന്നത്? അതിന്റെ ആ സ്രോതസ്സാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ലോക്കൽ പർച്ചേസ് അല്ലെങ്കിൽ ഒരു ലോക്കൽ സോഴ്സിൽ നിന്നാണോ നമുക്കിത് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫോറിൻ പർച്ചേസുകളിലൂടെയാണോ നമുക്കിത് ലഭ്യമാകുന്നത്? ആ ഒരു വസ്തുവിന്റെ സ്രോതസ്സാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനനുസരിച്ചാണ് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജി, സ്രോതസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്ട്രാറ്റജി, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കും. ജി എന്ന് പറഞ്ഞാൽ ഏതാ? ഗവൺമെന്റ് സോഴ്സിൽ നിന്നാണോ? ഓ ആണോ? ഓർഡിനറി അല്ലെ? ഓർഡിനറി പർച്ചേസ് അല്ലെങ്കിൽ ഓർഡിനറി സോഴ്സിൽ നിന്നാണോ കിട്ടുന്നത്? ലോക്കൽ പർച്ചേസിൽ നിന്നാണോ എന്നാണ് എൽ ഉദ്ദേശിക്കുന്നത്. ഇനി എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫോറിൻ പർച്ചേസ് വഴിയാണോ നമുക്ക് ഈ സാധനം ലഭ്യമാകുന്നത്? ആ സോഴ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആ സ്രോതസ്സിനനുസരിച്ചായിരിക്കും എവിടെ നിന്നാണ് അത് ലഭ്യമാകുന്നത് എന്നതിനനുസരിച്ച്, ആ സ്രോതസ്സിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? ഗോൾഫ് ഓക്കെ ആണ്. SOS എന്താണ്? SOS എന്ന് പറയുന്നത് സീസണൽ ആൻഡ് ഓഫ് സീസണൽ. എന്താണ് SOS? സീസണൽ ആൻഡ് ഓഫ് സീസണൽ. നോക്കിയേ, സീസണാലിറ്റി ഓഫ് ദ ഐറ്റം to plan the purchasing storing strategies. ഇവിടെ ആ ഒരു വസ്തുവിന്റെ സീസണാലിറ്റി ആണ് നോക്കുന്നത്. അത് സീസണൽ ആണോ ഓഫ് സീസണൽ ആണോ എന്ന് പറയാറുണ്ട് അല്ലെ? നമ്മളിങ്ങനെ സീസണൽ ആൻഡ് ഓഫ് സീസണൽ വഴി വാങ്ങിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ സീസണൽ അല്ലെങ്കിൽ ഓഫ് സീസണലായി വാങ്ങാറ്? ഫ്രൂട്ട്സ് വാങ്ങാറില്ലേ? ഇല്ലേ? ജാക്കറ്റ് വാങ്ങാം, ശരിയാണ് അല്ലെ? നമുക്ക് അംബ്രല്ലാസ് വാങ്ങാം അല്ലെ? അങ്ങനെ ഒരുപാട് സാധനങ്ങള് എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് ഒരു മഴക്കാലമാണെങ്കിൽ നമുക്ക് എന്താണ് ആ സമയത്താണ് ഒരു കുടയുടെ ആവശ്യം ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെ? ഇതുപോലെ ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞത് നമുക്ക് തണുപ്പുള്ള സമയങ്ങളിലാണ് നമ്മൾ കൂടുതലും ജാക്കറ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? ആ ഒരു വസ്തു എത്രത്തോളം അതിന്റെ സീസണാലിറ്റി ഉണ്ട് അല്ലെ? അതിനനുസരിച്ച് സീസണൽ ആണോ ഓഫ് സീസണൽ ആണോ എന്നതനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് SOS എന്ന് പറയുന്നത്. ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ഒരു മഴക്കാലം വരുമ്പോ ഒരുപാട് വൈറൽ ഫീവേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള രോഗികൾ വരും അല്ലെ? ഫീവേഴ്സ് ആയിട്ട് ഒരുപാട് പേര് വരില്ലേ? അപ്പൊ ആ സമയത്ത് ആ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പാരസെറ്റമോൾ ആവാം, അല്ലെങ്കിൽ മറ്റു എന്താണ് വൈറൽ ഫീവറുമായി ബന്ധപ്പെട്ട മറ്റു മെഡിസിൻസ് ഒക്കെ സീസണൽ ആയിരിക്കും അല്ലെ? ഇതുപോലെ റെയിൻകോട്ടുകൾ അല്ലെ? അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ അതിന്റെ സീസണാലിറ്റി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് SOS എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സീസണൽ ആയിട്ടുള്ളവ, OS എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് സീസണൽസ്. ക്ലിയർ ആണോ? അത്
8th one ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു 8 എണ്ണം ക്ലിയർ ആണോ? അതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ആ ഒരു എക്സ്പാൻഡ് ചെയ്തൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ലേ? അല്ലേ? അധികം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? കിട്ടും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് രണ്ടെണ്ണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് രണ്ടും നമ്മുടെ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. നോക്കി, വെയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് വൺ ആണ് വൈറ്റൽ ആൻഡ് നോർമൽ. എന്താണ് വെയിൻ ഉദ്ദേശിക്കുന്നത്? വൈറ്റൽ ആൻഡ് നോർമൽ. ദ ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ്, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രാധാന്യത്തിനനുസരിച്ച് ടു റീസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്, വളരെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഉപകരണങ്ങൾ അല്ലെ, എക്യുപ്മെന്റുകൾ നിലനിർത്താൻ, എസെൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ റീസ്ട്രെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ്, ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ എസെൻഷ്യൽ അത്യാവശ്യമാണോ എന്നതിനനുസരിച്ച് നമ്മൾ ആ ഉപകരണത്തെ പർച്ചേസ് ചെയ്യും, സ്റ്റോർ ചെയ്യും അല്ലെ. അതിൽ വൈറ്റൽ ആയിട്ടുള്ളവ ഉണ്ടാവും, സുപ്രധാനമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നോർമൽ ആയിട്ട് നമുക്ക് എല്ലാ രീതിയിലും സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളവ ഉണ്ടാവില്ലേ, അതാണ് വെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈറ്റൽ ആയിട്ടുള്ള ഏറ്റവും സുപ്രധാന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണോ അത് അല്ലെ, വളരെ എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള ഉപകരണമാണോ, അല്ലെങ്കിൽ ഒരു നോർമൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന രീതിയിൽ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു, വെയിൻ എന്ന രീതിയിൽ രണ്ടായിട്ട് ആ ഉപകരണങ്ങളെ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആണോ വെയിൻ? ഓക്കെ ആണോ? എന്താണ്, കാരുണ്യക്ക് മാത്രമേ ക്ലിയർ ആയുള്ളോ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് റാം. റാം എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഫോർ റിലയബിലിറ്റി, എന്താ? വിശ്വസ്തത അല്ലെ. ദെൻ എ അവൈലബിലിറ്റി, എന്താണ്? ലഭ്യത അല്ലെ. ആൻഡ് എം എന്ന് പറഞ്ഞ എന്താ? മെയിൻ്റനൻസ് അല്ലെങ്കിൽ പരിപാലിക്കുക അല്ലെ. ഇവിടെ ആ ഒരു RAM ഇതെന്താണ്? ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ആ ഒരു ഉപകരണം എത്രത്തോളം വിശ്വസ്തയോടുകൂടി നമുക്ക് ഉപയോഗിക്കാം അല്ലെ, എത്രത്തോളം അതിന്റെ സ്പെയർ പാർട്സ് മുതലായ കാര്യങ്ങളൊക്കെ ലഭ്യത എത്രത്തോളം ഉണ്ട് അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. അതുപോലെ അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതാണ് പറയുന്നത് റിലേസ് ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ആ ഒരു ഉപകരണത്തിന്റെ സർവീസിന്റെ അടിസ്ഥാനത്തില്, സർവീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. അത് എത്രത്തോളം റിലയബിൾ ആണ്, ആ ഒരു വസ്തു ഉപയോഗിക്കാൻ എത്രത്തോളം വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു വസ്തുവിന്റെ സ്പെയർ പാർട്സ് മുതലായ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണോ, അതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന രീതിയിൽ ആ ഒരു സർവീസിന്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ടു പ്ലാൻ പർച്ചേസസ്, ഫാക്ടേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ആൻഡ് ദ മെയിൻ്റനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്. ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഘടകങ്ങൾ അല്ലെ, ആ ഒരു എന്താണ് മെഷീൻ അല്ലെങ്കിൽ ആ ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, അതിന്റെ മെയിൻ്റനൻസ് കപ്പാസിറ്റി മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും ഈ ഒരു റാം അല്ലെങ്കിൽ ആ ഒരു റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഇത് മൂന്നും കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും, ഈ ഒരു മൂന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റോക്ക് ലെവലിൽ ആ എക്യുപ്മെന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണോ റാം? റാം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒരു 10 എണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 എണ്ണവും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഫോർത്ത് വൺ ആണോ? ഫോർത്ത് വൺ എന്താ? XYZ. XYZ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എപ്പോഴും അവരത് ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വിലയല്ല, അവിടെ മൂല്യമാണ് പ്രധാനം. ആ ഒരു വസ്തുവിന് ചിലപ്പോ എപ്പോഴും നമ്മൾ അതാണ് ഒരു എന്താണ് മാസ്കിന്റെ എക്സാമ്പിൾ പറഞ്ഞത്, എന്താ? അത് ആ ഒരു മാസ്കിന് നമുക്ക് ഇപ്പൊ വലിയ മൂല്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു വൈറൽ ഫീവർ ഉള്ള സമയങ്ങളില് അല്ലെ, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധികളുള്ള സമയങ്ങളില് അതിനൊക്കെ എപ്പോഴും എന്താണ്, ആ സമയത്ത് അതൊരു നിശ്ചിത ഇടവേളകളിൽ അതിന്റെ മൂല്യങ്ങൾ വർദ്ധിക്കുന്നു
അല്ലെ? ആ ഒരു മാസ്കിന്റെ മൂല്യം വർദ്ധിക്കുന്നില്ലേ? അപ്പൊ ആ സമയങ്ങളിലായിരിക്കും അതിന്റെ ഉപയോഗം വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു മൂല്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് നിശ്ചിത ഇടവേളകളിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? XYZ എന്ന് ക്ലാസിഫൈ ചെയ്ത് സൂക്ഷിക്കുന്നു. ക്ലിയർ ആണോ? XYZ. ഓക്കെ, നെക്സ്റ്റ് ഏതാ ചോദിച്ചത്? 8th വൺ ആണോ? SOS എന്താ? സീസണൽ ആൻഡ് ഓഫ് സീസണൽ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ മഴ ഉള്ള കാലയളവിൽ നിങ്ങൾ പറഞ്ഞു അല്ലെ, നിങ്ങൾ തന്നെയാണ് അതിന് എക്സാമ്പിൾ പറഞ്ഞത്. എന്താ? റെയിൻകോട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, അംബ്രലാസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അത് സീസണലിനനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു സീസണിലാണ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. ഇപ്പൊ ഇപ്പോഴും നമ്മുടെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ ഇപ്പൊ മഴയൊക്കെ കൂടി പിടിക്കുന്ന സമയങ്ങളിൽ ഫീവേഴ്സ് എന്താണ്, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ വരും അല്ലെ. കൂടുതലും ഫീവേഴ്സ് ആണ് അല്ലെ, കൂടുതൽ ഫീവേഴ്സ് അല്ലേ കൂടുതൽ ആ സമയത്ത് വരുന്നത് അല്ലെ, വൈറൽ ഫീവേഴ്സ് ആയിരിക്കും. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് ആവാം, മറ്റു മെറ്റീരിയൽസിനൊക്കെ എന്താണ് കൂടുതൽ ചിലവ് വരാം അല്ലെ. ആ ഒരു സീസൺ അനുസരിച്ചാണ് ആ ഒരു മെഡിസിൻസിൽ ചില മെഡിസിൻസിന്റെ ഒക്കെ ഉപയോഗം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇങ്ങനെയുള്ളത് സീസൺ ആണോ ഇല്ല അതിന്റെ ഓഫ് സീസണൽ ആണോ ആ ഒരു മരുന്ന് എന്നതിനനുസരിച്ചാണ്, ഇല്ല ആ ഒരു സാധനം സീസണിലായിട്ട് ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ അത് ഓഫ് സീസണിലാണോ അല്ലെ. ഇപ്പൊ ഒരു കുടയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു അംബ്രല്ല കഴിക്കുമ്പോ എങ്ങനെയാ, ആ മഴയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കും അല്ലെ. ആ ഒരു സമയത്ത് അത് എന്താണ്, സീസണൽ ആണ്. അതേസമയം മഴയില്ലാത്ത സമയത്ത് നമ്മൾ എന്താണ്, അത് അധികം ഉപയോഗിക്കാറില്ല. അത് ആ സമയം അപ്പൊ ആ ഒരു വസ്തുവിന്റെ ആ ഒരു പൊസിഷൻ എന്താ പറഞ്ഞ എന്താണ് ഇരിക്കുക, ഓഫ് സീസണൽ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് SOS എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? ഓക്കെ. വെയിൻ ആണോ? വെയിൻ ഏതാണ് പറഞ്ഞേ? വെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപകരണമാണ്, ഒരു ഉപകരണത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ആ ഉപകരണം എത്രത്തോളം അത്യാവശ്യമാണ്, എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു ഉപകരണത്തിന് എന്നതനുസരിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഉപകരണമാണെങ്കിൽ അതിന് VE എന്ന് കൊടുക്കുന്നു അല്ലെ. വെയിന്റെ ആ VEI എന്ന് കൊടുക്കുന്നു. ഇനി നോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അത്ര വലിയ പ്രാധാന്യം ഒന്നുമില്ലെങ്കിൽ അതിനെ നോർമൽ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ക്ലിയർ ആണോ ലക്ഷ്ന? ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ബാക്കി ആ 10 ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ. നെക്സ്റ്റ് നോക്കി, ABC അനാലിസിസ്. നമ്മുടെ പ്രധാനമായിട്ടും ഒരു ABC അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ABC അനാലിസിസ് എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും അല്ലെ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC എന്നാണ് കേട്ടോ, ഇവിടെ ARC എന്ന് കൊടുത്തിരിക്കുന്നത്. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. ഇവിടെ ഒരു സ്റ്റോക്കിന്റെ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം നിലനിർത്താനായിട്ട് നമുക്ക് ഈ ABC ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്താണ്? പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രോപ്പറായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള നിയന്ത്രണം നിലനിർത്താനായിട്ട് നമുക്ക് ഈ ABC ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതില് മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. ഈ ABC അനാലിസിസില് മെറ്റീരിയൽസിനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ABC. ഈ 3 ഗ്രൂപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. Then according to the എന്തിനനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ. ആ ഒരു സാധനത്തിന് ആ ഒരു മെറ്റീരിയലിന് എത്ര വില വരുന്നുണ്ട് എന്നതിനനുസരിച്ച്, അതുപോലെ തന്നെ മണി വാല്യൂ ഓഫ് കൺസെപ്ഷൻ, ആ വസ്തുവിന് എത്ര മൂല്യം വരുന്നുണ്ട് എന്നതിനനുസരിച്ച് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, സ്റ്റോക്കുകൾ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ
നിയന്ത്രിക്കാനായിട്ട് ഈ ABC അനാലിസിസ് ഉപയോഗിക്കുന്നു. ABC അനാലിസിസ് എന്ന് പറയുന്നത് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കുകള് ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ABC ടെക്നിക് ഉപയോഗിക്കുന്നത്. ABC ടെക്നിക്കില് ABC അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഓരോ മെറ്റീരിയൽസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തിന്റെ ബേസിസിലാണ്? ആ ഒരു മെറ്റീരിയലിന്റെ വില എത്രയാണ്, ആ ഒരു മെറ്റീരിയൽ മൂല്യം എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ. നോക്കി, ഫസ്റ്റ് വൺ ആണ് A ഐറ്റം. ഓക്കെ, 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 3 ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അതിൽ ഫസ്റ്റ് വൺ ആണ് A ഐറ്റം എന്ന് പറയുന്നത്. ഇൻ ഹോൾ ഓഫ് ദ ഇൻവെന്ററി, ആ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കില് മൊത്തത്തിലുള്ള സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ആ മൊത്തത്തിലുള്ള സ്റ്റോക്കില് their area few costly items which come under this group. ഈ ഗ്രൂപ്പ് ഉൾപ്പെടുന്നത് കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. പറയാറില്ലേ നമ്മള് കോസ്റ്റ്ലി ഐറ്റംസ് ആണ് വാങ്ങിയത് എന്നൊക്കെ പറയാറില്ലേ? ചില ഐറ്റംസ് വളരെ കോസ്റ്റ്ലി ആണെന്നൊക്കെ പറയാറില്ലേ? എന്താണ് കോസ്റ്റ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു കോസ്റ്റ്ലി ഐറ്റം ആണെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെ, വളരെ ചിലവ് കൂടിയ അല്ലെ, വില പിടിച്ച സാധനങ്ങളായിരിക്കും അല്ലെ, വില കൂടിയ സാധനങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഹോൾ ഇൻവെന്ററി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സ്റ്റോക്കില് ഈ പറയുന്ന A ഐറ്റംസ് എന്ന് പറയുന്നത് വളരെ കുറച്ച്, എന്നാൽ എങ്ങനെയാ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. നമ്പർ കുറവായിരിക്കും, പക്ഷെ ഇതെങ്ങനെയായിരിക്കും? നമ്പർ കുറവാണെങ്കിലും അതിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും ഈ പറയുന്ന A ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ഒരു A ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ആ A ഗ്രൂപ്പില് മൊത്തത്തിലുള്ള ഇൻവെന്ററിയിലെ മൊത്തത്തിലുള്ള സ്റ്റോക്കില് ഈ A ഗ്രൂപ്പ് ഉൾപ്പെടുന്നവ എന്ന് പറയുന്നത് വളരെ കുറച്ച് നമ്പറേ ഉണ്ടാവുള്ളൂ. ഈ ഒരു A ഗ്രൂപ്പിൽ കുറച്ച് നമ്പറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു നമ്പർ എന്ന് പറയുന്ന ആ കുറച്ച് നമ്പർ ഉള്ളെങ്കിൽ പോലും അതിന്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഐറ്റംസ് ആയിരിക്കും. ക്ലിയർ ആണോ? അത് എന്താണ് ഉദ്ദേശിച്ചത്? ക്ലിയർ ആയോ? ഓക്കെ, അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നോക്കി. These items may not be more than 10% of the total items. ആ മൊത്തത്തിലുള്ള ഐറ്റംസിന്റെ 10% മാത്രമേ ഈ പറയുന്ന A ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. കോസ്റ്റ്ലി ആണ് നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്പർ കുറവാണ്. എന്നാൽ എന്താ, നമ്പർ കുറവാണെങ്കിലും അതിന്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതൊരു 10% ടോട്ടൽ ഐറ്റംസ്, മൊത്തമുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മൊത്തം സാധനങ്ങളില് 10% മാത്രമേ ഈ പറയുന്ന ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. ബട്ട് കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. 10% ഇത് ഉൾപ്പെടുന്നുള്ളെങ്കിൽ പോലും ഇതിന്റെ എണ്ണത്തിൽ അവിടെ കുറവാണെങ്കിലും അതിന്റെ ആ ഒരു ബഡ്ജറ്റ് ചിലവാകുന്ന തുകയിൽ കുറവ് വരുന്നുണ്ടോ? ചിലവാകുന്ന എണ്ണത്തില് കുറവാണെന്ന് വിചാരിച്ച് ചിലവാകുന്ന തുക എങ്ങനെയായിരിക്കും? കുറവ് തന്നെയാണോ വരുന്നത്? അല്ല, കൂടുതലാണ്. കാരണം കോസ്റ്റ്ലി ഐറ്റംസ് ആണ് അല്ലെ. ഇപ്പൊ കുറവ് നമ്പർ ആണെങ്കിൽ കൂടി അതിന്റെ ബഡ്ജറ്റ്, ഒരു ടോട്ടൽ ബഡ്ജറ്റ് 100% ആണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒന്ന് എടുത്തു നോക്കട്ടെ. ടോട്ടൽ ബഡ്ജറ്റ് 100% ആണെങ്കിൽ ആ ഒരു 100%ത്തിന്റെ 70% ബഡ്ജറ്റും എന്ത് വാങ്ങാൻ നമ്മൾ ചെലവാക്കേണ്ടതായിട്ട് വരും എന്നാ പറയുന്നേ? ഈ പറയുന്ന A ഗ്രൂപ്പിൽപ്പെട്ട ഐറ്റംസിന് ചെലവാക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എന്താന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നോക്കി. സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ്. ഒരുപാട് ബഡ്ജറ്റ് ചിലവാക്കിയാണ് നമ്മൾ ഈ 10% എങ്കിലുള്ള സാധനങ്ങളാണെങ്കിൽ വാങ്ങുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ അത് സ്റ്റോർ ചെയ്യണം, ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം അല്ലെ. ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ് ഓൺലി നെസസറി ക്വാണ്ടിറ്റീസ് ഓഫ് ദിസ് ഇൻവെന്ററീസ് ആൻഡ് പർച്ചേസ്ഡ് ആൻഡ് സ്റ്റോക്ക്. ഇനി ഒരു ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വളരെ അത്യാവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക. ഈ പറയുന്ന സാധനങ്ങൾ ഈ ഒരു A ഐറ്റംസ് തന്നെ എന്ത് ചെയ്യുന്ന ഓവർ സ്റ്റോക്ക് ആവാതിരിക്കണമെങ്കിൽ അത് ശരിയായ ക്വാണ്ടിറ്റിയിൽ അല്ലെ, ആവശ്യമായ ക്വാണ്ടിറ്റിയില് ആവശ്യമായ രീതിയിൽ മാത്രം പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഓവർ സ്റ്റോക്ക് ഒഴിവാക്കാനും പറ്റും.
എന്താണ് ഒരു എ ഐറ്റം എന്ന് പറഞ്ഞത്? എന്താ ഒരു എ ഐറ്റം എന്ന് പറഞ്ഞാൽ ആ മൊത്തത്തിലുള്ള സ്റ്റോക്ക് അല്ലെ, ആ ഒരു സ്റ്റോക്ക് മൊത്തം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം മാത്രമേ ഈ എ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുള്ളൂ. അപ്പൊ ഈ എ ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ടോട്ടൽ ഐറ്റംസ് ഒരു 100% മൊത്തം ഐറ്റംസ് എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 10% മാത്രമേ ഈ എ ഗ്രൂപ്പിലുള്ള ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. 10% മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ അതൊരു 10%, അതിന്റെ എണ്ണം കുറവാണെങ്കിലും അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 100% ഉള്ള ഒരു ബഡ്ജറ്റിന്റെ 70% ഇതിനു വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്രയും തുക ചിലവാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും വേണം അല്ലെ. നെക്സ്റ്റ് പറയേണ്ട ഇതിന്റെ ഒരു ഓവർ സ്റ്റോക്കിംഗ് നിലനിർത്താൻ, നിയന്ത്രിക്കാൻ വേണ്ടി, ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനങ്ങളുടെ ശരിയായ ക്വാളിറ്റിയില്, ശരിയായ ക്വാണ്ടിറ്റിയില് ആവശ്യമായ സാധനങ്ങൾ വളരെ ശരിയായ രീതിയിൽ മാത്രം പർച്ചേസ് ചെയ്യുകയും സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഓവർ സ്റ്റോക്കിംഗ് എന്താണ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? എ ഐറ്റംസ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ. ബി ഐറ്റംസ് നോക്കിയേ. നെക്സ്റ്റ് വരുന്നതാണ് ബി ഐറ്റംസ്. ബി ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നെയ്തർ കോസ്റ്റ്ലി ഓർ നോ ചീപ്പ്. എന്താ? ഇത് ഒരുപാട് കോസ്റ്റ്ലിയും അല്ല എന്നാൽ ചീപ്പുമല്ല അല്ലെ. ഇതൊരു മീഡിയത്തിൽ നിൽക്കുന്നതാണ്. ഒരുപാട് കോസ്റ്റ്ലിയും അല്ല എന്നാൽ ഒരുപാട് എന്തുമല്ല, ചീപ്പുമല്ല അല്ലെ. അതാണ് ബി ഐറ്റംസിൽ ഉൾപ്പെടുന്നത്. നോക്കിയേ, ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നെയ്തർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. വളരെ ചീപ്പുമല്ല എന്നാൽ വളരെ കോസ്റ്റ്ലി അല്ലെ, ചിലവ് കൂടിയതുമല്ല. Then these item constitute 20% of the total quantity of the inventories. ആ ടോട്ടൽ ക്വാണ്ടിറ്റി, ആ ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ 100% ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതില് 20% ഈ പറയുന്ന ബി ഐറ്റംസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. These items constitute 20% of the total quantity of the inventories. ആ മൊത്തത്തിലുള്ള സ്റ്റോക്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഐറ്റംസിന്റെ 20% മാത്രമായിരിക്കും ഈ ബി ഐറ്റംസ്. എ ഐറ്റം എത്ര ശതമാനമായിരുന്നു? ആ മൊത്തം ഐറ്റംസിൽ എത്ര ശതമാനം എ ഐറ്റം ഉണ്ടായിരുന്നു? 10% അല്ലെ. ദെൻ ബി ഐറ്റം വരുമ്പോൾ അത് എത്ര ശതമാനമാണ്? ആ മൊത്തം ടോട്ടൽ മെറ്റീരിയൽസില് 20% അല്ലെ, 20% Then 20% of the total quantity of inventories, the 20% of the total expenditure of the inventories. എന്താ ഇവിടെ ചെലവാകുന്ന ആ ഒരു തുക എത്ര ശതമാനം തന്നെയായിരിക്കും? ഇവിടെ തുക ചിലവാകുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം തന്നെയാണ് ഇതിന് ചിലവാകുന്നത്? 20% തന്നെയായിരിക്കും ചിലവാകുന്നത്. ക്ലിയർ ആണോ? ബി ഐറ്റംസ് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഇത് നെയ്തർ കോസ്റ്റ്ലി, ഒത്തിരി കോസ്റ്റ്ലിയും അല്ല എന്നാൽ ചീപ്പുമല്ല, ഒരു മിഡിൽ നിൽക്കുന്നതാണ് അല്ലെ, ഒരു മധ്യത്തിൽ നിൽക്കാണ്. അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും വന്നിട്ടില്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ്? 20% ആ ഒരു ടോട്ടൽ ഐറ്റംസിന്റെ നമ്പർ ഒരു 20% ഈ ബി ഐറ്റംസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി ഇതിന്റെ ബഡ്ജറ്റിന്റെ 20% തന്നെയായിരിക്കും അതിനു വേണ്ടി ചിലവാകുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മള് എത്ര ശതമാനം പറഞ്ഞു? നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എ ഐറ്റംസില് എത്ര ശതമാനമാണ് ടോട്ടൽ നമ്പറിൽ? എ ഐറ്റംസ് എത്ര ശതമാനം ഉണ്ട്? 10%. ബി ഐറ്റംസ് എത്ര ശതമാനമുണ്ട്? 20% അല്ലെ. അപ്പൊ മൊത്തം ഇപ്പം എത്ര ശതമാനമായി? 100%-ൽ മൊത്തം ഇപ്പൊ എത്ര ശതമാനമായി? 30% എയും ബിയും കൊണ്ടുപോയി അല്ലെ. ഇനി ബാക്കി എത്ര ശതമാനം ഉണ്ട്? ബാക്കി എത്രയുണ്ട്? 70% ഉണ്ട് അല്ലെ. ഇനി 70% ഏതിലായിരിക്കും? സി ഐറ്റംസിലായിരിക്കും അല്ലെ. നോക്കിയത് ശരിയാണോ? നോക്കിയേ, ദീസ് ഐറ്റംസ് ആർ, ഇനി സി ഐറ്റംസ് നോക്കാട്ടെ നമ്മള്. These items are comparatively cheaper in cost. അല്ലെ, വളരെ ചിലവ് കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് സി ഐറ്റംസ് എന്ന് പറയുന്നത്. And represents 70% of the total quantity of the inventories. 70% ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് ഈ സി ഐറ്റംസ് ആയിരിക്കും. 100% തികഞ്ഞോ? 100% തികഞ്ഞോ? ഒരു 100% ഒരു ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ അതിന്റെ 10% ഏത് ഐറ്റംസ് ആയിരിക്കും?
10% ഏത് ഐറ്റമാ എന്ന് പറഞ്ഞേ? എ ഐറ്റംസ് ആയിരിക്കും അല്ലെ. അത് ചിലവ് കൂടുതലാണ് അല്ലെ. അതുപോലെ 20% ഏത് ഐറ്റം ആയിരിക്കും? ബി ഐറ്റം ആയിരിക്കും അല്ലെ. ബാക്കി വരുന്ന 70% ഏത് ഐറ്റം ആയിരിക്കും? സി ഐറ്റം ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് 70% അത് ഉൾപ്പെടുത്തുന്നത്? അത് വളരെ ചീപ്പർ ആണ് അല്ലെ. വളരെ ചീപ്പർ ഇൻ കോസ്റ്റ് ആണ്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 70% അതായിരിക്കും ഒരു ഭൂരിഭാഗവും ആ ഒരു ടോട്ടൽ മെറ്റീരിയൽസിനുള്ളിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ ചെലവാകുന്ന ബഡ്ജറ്റ് പക്ഷെ എങ്ങനെയായിരിക്കും? 70% ഇത് വാങ്ങിക്കണം. എന്നാൽ പോലും ഇവിടുത്തെ ആ ഒരു ബഡ്ജറ്റിന് എത്ര ബാക്കിയുണ്ട്? ഈ ഐറ്റംസ് നമ്മൾ വാങ്ങണമെങ്കിൽ 70%, ഒരു ബഡ്ജറ്റ് 100% ആണെങ്കിൽ 70% എ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമ്മുടെ ഇന്ന് പോയി അല്ലെ. ബി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി എത്ര ശതമാനം പോയി? നമ്മുടെ 20% പോയി അല്ലെ. ഇപ്പൊ എത്രയായി? മൊത്തം എത്രയായി? ടോട്ടൽ 100 അല്ലെ. ഇനി നെക്സ്റ്റ് എത്രയുണ്ട് ബാക്കി? 100-ല് 10% അല്ലെ. ഇവിടെ 70% ഈ ഒരു സി ഐറ്റം ഉണ്ടെങ്കിൽ പോലും അതിന് ചെലവാകുന്ന ഒരു ചിലവ് അതാണ് 10% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററീസ്. ആ ഒരു വസ്തുക്കൾ അല്ലെങ്കിൽ ആ സ്റ്റോക്കില് ചെലവാകുന്ന അല്ലെ എക്സ്പെൻഡിച്ചർ എത്രത്തോളം ഉണ്ട്? ആ ടോട്ടൽ ചിലവാകുന്ന തുകയുടെ 10% അല്ല, ആ ഒരു ടോട്ടൽ ബഡ്ജറ്റിന്റെ 10% മാത്രം ഈ പറയുന്ന സി ഐറ്റംസ് 70% ഈ സി ഐറ്റംസ് വാങ്ങാൻ മതിയാകും. ക്ലിയർ ആണോ? അത് ഇത്രയും ആ ഒരു എ ബി സി ഐറ്റംസ് ഓക്കെ ആണോ? മനസ്സിലായോ? അത് 3 ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഈ ഒരു എ ബി സി അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താ? The investment in inventories can be regulated and funds can be utilized in best possible manner. ഇനി ഒരു എ ബി സി അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ എ ബി സി എന്ന ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്ത് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ആ ഒരു നിക്ഷേപം, എന്തിനുള്ള നിക്ഷേപം? ഈ സ്റ്റോക്കിന് വേണ്ടി നമ്മൾ മുടക്കുന്ന ഒരു നിക്ഷേപം അല്ലെ, അത് കമ്പാരിറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റും. Can be regulated. ആ ഫണ്ട്സ് ക്യാൻ ബി, ഇനി ഇതിൽ നിന്ന് വരുന്ന നിക്ഷേപിക്കുന്ന ആ പണം അല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും നല്ല പോസിബിൾ ആയിട്ടുള്ള സാധ്യമായ വഴികളിലൂടെ ഉപയോഗിക്കാനും സാധിക്കുന്നു. ഒരു സ്റ്റോക്കിന് വേണ്ടി നിക്ഷേപിക്കുന്ന തുക നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ഈ എ ബി സി അനാലിസിസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഒരു കൺട്രോളിംഗ് ആണ് അവിടെ നടക്കുന്നത്. നിയന്ത്രിക്കാൻ, അത് ചിലവാകുന്ന ഒരു നിക്ഷേപം എത്രത്തോളം വരുന്നുണ്ട് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുവഴി എന്താ? ഏറ്റവും മികച്ച രീതിയിൽ അല്ലെ, ബെറ്റർ ആണ്, ബെസ്റ്റ് പോസിബിൾ മാനർ ആണ് പറയുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഫണ്ട് അല്ലെങ്കിൽ ആ നിക്ഷേപിക്കുന്ന ആ ഒരു തുക എന്ന് പറയുന്നത് നല്ല ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെ. ഏറ്റവും മികച്ച രീതിയിൽ നമുക്കത് ആ ബഡ്ജറ്റുകളിൽ ആ ഫണ്ടുകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായി പറയുന്നത് സയന്റിഫിക് ആൻഡ് സെലക്ടീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. എന്താണ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ? ഉയർന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഓവർ സ്റ്റോക്ക് ഒന്നും വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടും അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇങ്ങനെയുള്ള കൺട്രോളുകൾ അല്ലെങ്കിൽ എന്താ ആ ഒരു എ ബി സി അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? സഹായകമാകുന്നു. ഈ ഒരു ഉയർന്ന നമ്മളിപ്പോ ഇങ്ങനെ ഓരോ രീതിയിലും എ ആയിട്ട് തിരിച്ചു, ബി ആയി തിരിച്ചു, സി ആയി തിരിച്ചൊക്കെ നമ്മൾ അതിനനുസരിച്ച് നിയന്ത്രിച്ചുകൊണ്ടായിരിക്കണം ഓരോ സാധനങ്ങളും വാങ്ങുന്നത് അല്ലെ. ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സാധനങ്ങൾ നമുക്ക് വാങ്ങാനും പറ്റും. അത് ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഓവർ സ്റ്റോക്ക് വരാതെ നമുക്ക് നിലനിർത്താനായിട്ട് ഇങ്ങനെ ഒരു എ ബി സി അനാലിസിസ്, അതായത് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളുകൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. എന്നാൽ ഇവിടെ സ്റ്റോക്കുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ടോ? സ്റ്റോക്കുകളുടെ എണ്ണം നമ്മൾ ഇവിടെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും ആവശ്യമായ അല്ലെ സ്റ്റോക്ക് നമുക്ക് ഇതുവഴി നിലനിർത്താനായിട്ട് സാധിക്കും. എപ്പോഴും ഇവിടെ ആ ഒരു പ്രധാന
അഡ്വാൻറ്റേജ് എന്താ? നമ്മൾ ആ ഒരു മൂന്ന് ഇതായിട്ട് ഐറ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് എത്രയാണോ ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫണ്ട് വിനിയോഗിക്കാനും ശരിയായ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. എന്നാൽ ഒരുപാട് ഓവർ സ്റ്റോക്ക് ആവുന്നത് നമുക്ക് തടയാൻ പറ്റും. എന്നാൽ സ്റ്റോക്ക് കുറഞ്ഞു പോവുകയുമില്ല. ഒരു ശരിയായ ഒരു ആവശ്യമായ അളവിലുള്ള സ്റ്റോക്ക് എപ്പോഴും നിലനിർത്താൻ നമുക്ക് ഇതുവഴി ABC അനാലിസിസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നു. ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഭാഗം കൂടി ഒന്ന് നോക്കാം. നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. ഒരു സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി എന്തൊക്കെയാണ്? നോക്കിയേ, ഒരു ജോബ് സമ്മറി അവരുടെ പ്രധാന ജോലികൾ അല്ലെ എന്തൊക്കെയാണ് ഒരു സ്റ്റോർ കീപ്പറിനെ? നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, കീപ് റെസീപ്റ്റ്സ്, റെക്കോർഡ്സ് ആൻഡ് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. എന്താണ്? ആ ഒരു സ്റ്റോക്ക് റൂമിലേക്ക് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോക്ക് റൂമിലേക്ക് പല സാധനങ്ങളും എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട് അല്ലെ? നമ്മൾ വാങ്ങും അല്ലെ? അപ്പൊ നമുക്ക് റെസിപ്റ്റ് കിട്ടില്ലേ? അതുപോലെ പല സാധനങ്ങളും അവിടെ നിന്ന് കൊടുക്കും അല്ലെ? അപ്പോഴും നമ്മൾ റെസിപ്റ്റുകൾ കൊടുക്കാറുണ്ട്, വാങ്ങാറുമുണ്ട് അല്ലെ? അതെല്ലാം കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ? പലതരത്തിലുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കണ്ടേ ആ ഒരു സ്റ്റോർ റൂമില്? ആ റെക്കോർഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ആൻഡ് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. ഇനി എന്താ? ആ സ്റ്റോക്ക് റൂമിൽ നിന്ന് അതാത് യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവാറില്ലേ? മെറ്റീരിയൽസ് കൊണ്ടുകൊടുക്കാറില്ലേ? അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാറില്ലേ? അതാണ് ആ വിഡ്രോവൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ആ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അല്ലെ, റെക്കോർഡുകൾ, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം? സൂക്ഷിച്ചിരിക്കണം. അതാണ് ഫസ്റ്റ് പറയുന്നത്, കീപ് റെസീപ്റ്റ്സ്, റെക്കോർഡ്സ് ആൻഡ് വിഡ്രോവൽസ് ഓഫ് ദ സ്റ്റോക്ക് റൂം. ആ ഒരു സ്റ്റോക്ക് റൂമുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ടുള്ള റെസീപ്റ്റ്സുകളാവാം, റെക്കോർഡുകളാവാം, അതുപോലെ യൂസർ ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാവാം. ഇവയെല്ലാം കൃത്യമായിട്ട് ആ സ്റ്റോർ കീപ്പർ സൂക്ഷിച്ചിരിക്കണം. രണ്ടാമതായിട്ട് റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു സ്റ്റോറിലേക്ക് വരുന്ന അല്ലെ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ട് അല്ലെ? ആ സ്റ്റോറിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ സ്വീകരിക്കണം, അത് അൺലോഡ് ചെയ്യണം, അതുപോലെ എന്ത് ചെയ്യണം? കൃത്യമായ ഷെൽഫുകളിലാക്കി സൂക്ഷിക്കുകയും വേണം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ആ ഒരു സ്റ്റോറിലേക്ക് വരുന്ന സാധനങ്ങൾ അല്ലെ, കൊണ്ടുവരുന്ന സാധനങ്ങൾ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക, അത് അൺലോഡ് ചെയ്യുക, അതെന്ത് ചെയ്യുക? ഷെൽഫുകളിൽ കൃത്യമായ ഷെൽഫുകളിലാക്കി സൂക്ഷിക്കുക. മൂന്നാമതായി ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്. മറ്റ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡ് റിട്ടേണിങ്. ചില സാധനങ്ങൾ നമുക്ക് പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അല്ലെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും അല്ലെ? നമുക്ക് പറ്റാത്ത സാധനങ്ങളാണ് വന്നതെങ്കിൽ റിട്ടേൺ ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ ചിലത് പാക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് പ്രൈസിങ്, വില നിർണ്ണയം നടത്തേണ്ടതായിട്ട് വരും, ചില സാധനങ്ങൾ ലേബൽ ചെയ്ത് ഓരോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഒരു സ്റ്റോക്ക് കീപ്പറുടെ ജോലിയിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ് മറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്? എന്തൊക്കെയാ? അത് റിട്ടേൺ ചെയ്യാനുള്ളവയാണെങ്കിൽ റിട്ടേൺ ചെയ്യുക, പാക്ക് ചെയ്യാനുള്ളവ പാക്ക് ചെയ്യുക, പ്രൈസിങ് നടത്തുക, വില നിർണ്ണയം നടത്തുക, അതുപോലെ ലേബലിംഗ് ചെയ്യുക, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം ചെയ്യുക, സപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പൻസീസ് ആൻഡ് റിപ്പോർട്ട് ദോസ് ടു അക്കൗണ്ടിംഗ് ഫോർ റീഇംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. ഇനി എന്താണ്? നമ്മുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചില സാധനങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ചില സാധനങ്ങൾ എന്താ? ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ചില സാധനങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡറിനനുസരിച്ചല്ലായിരിക്കും വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഡാമേജ് ഉണ്ടാവുകയോ ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ആ ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് കൃത്യമായിട്ട് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നടത്തുകയും നമുക്ക് നഷ്ടമായിട്ടുള്ള തുക, അതാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്, നഷ്ടമായ തുക തിരികെ ലഭിക്കുന്നതിന് ആവശ്യമായിട്ട്
ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് കൃത്യമായി റെക്കോർഡുകളായി സൂക്ഷിക്കുകയും ചെയ്യുക. എന്താ പറഞ്ഞത്? ആ ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾ, ഡെലിവറി ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനങ്ങളില് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറയുന്ന പൊരുത്തക്കേടുകൾ തോന്നുകയാണെങ്കിലോ അവിടെ എന്ത് ചെയ്യണം? ഈ സാധനങ്ങള് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റുമായി റിപ്പോർട്ട് ചെയ്യുകയും നമുക്ക് നഷ്ടമായ തുക തിരികെ ലഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും കൃത്യമായി അത് റെക്കോർഡുകളിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് എന്താ? റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സർപ്ലസസ്. എന്താ റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റോറിലേക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരും അല്ലെ, അത് ഓരോന്നും വേർതിരിച്ച് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓരോ സാധനങ്ങളും പല പല ഐറ്റംസ് ആണ് വരുന്നത് അല്ലെ, അത് ഓരോ സാധനങ്ങളും വേർതിരിച്ചത് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. Then coordinate the disposal of surpluses. ഇനി എന്താ? ഓരോ സാധനങ്ങൾ ചിലപ്പോ ഡാമേജ്ഡ് ആയി പോവാം അല്ലെ, ചില സാധനങ്ങൾ പൊട്ടിപ്പോവാം, ചിലത് പൊടിഞ്ഞു പോവാം അല്ലെ, അങ്ങനെ പല രീതിയിൽ സാധനങ്ങൾ എന്ത് ചെയ്യാം? ഡിസ്പോസ്ഡ് ആവാം അല്ലെ. അത് നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സാധനങ്ങൾ പൊട്ടിപ്പോയതോ പൊടിഞ്ഞു പോയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതെല്ലാം ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറയുന്നത്? എൻഷുവർ ആഡിക്വേറ്റ് റെക്കോർഡ് കീപ്പിംഗ് അല്ലെ, എല്ലാ വിധത്തിലുമുള്ള കൃത്യമായ സ്റ്റോറുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ ടു കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവൽസ് ആൻഡ് കീപ് ഇൻവെന്ററി കൺട്രോൾ. ഇനി എന്താ? ഓൾ ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്? ശരിയായ രീതിയിലുള്ള സ്റ്റോക്ക് ലെവൽ ഉണ്ടോ, അതുപോലെ ശരിയായ രീതിയിൽ അവിടെ ഇൻവെന്ററി കൺട്രോൾ നടത്തുന്നുണ്ടോ എന്ന രീതിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായി മാനേജ് ചെയ്യുക. എന്താ പറഞ്ഞേ? എൻഷുവർ ആഡിക്വേറ്റ് റെക്കോർഡ് കീപ്പിംഗ്, ശരിയായ രീതിയിൽ റെക്കോർഡുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു സ്റ്റോറിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കൺഫേം പ്രോപ്പർ സ്റ്റോക്ക് ലെവല്, ശരിയായ സ്റ്റോക്ക് ലെവൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവും. അതുപോലെ ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഇവയെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യുക. ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചരക്കുകൾ അല്ലെങ്കിൽ ഈ സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസ്, അതാണ് സ്റ്റോറിലേക്ക് വരുന്ന സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റംസിനെയാണ് നമ്മൾ ഫ്രൈറ്റ്, ഈ ചരക്കുകൾ എന്ന് പറയാം. ആ വരുന്ന ഐറ്റംസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ്, എന്താ? യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, അതാണ് ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഉപകരണങ്ങൾ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റോറിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നെസസറി മൈനർ റിപ്പയർസ്, ചെറിയ രീതിയിലുള്ള ചില മൈനർ റിപ്പയർസുകളൊക്കെ ചിലപ്പോൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി നൽകേണ്ടതായിട്ട് വരും. അതെല്ലാം ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്? ആരാണ്? ഒരു സ്റ്റോർ കീപ്പറുടെ ജോലിയാണ്. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് പറഞ്ഞത് ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഓക്കെ ആണോ എല്ലാ പോയിന്റ്സും? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയണം. കോർഡിനേറ്റ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചരക്കുകള് അല്ലെങ്കിൽ ഈ സ്റ്റോറിലേക്ക് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ഫ്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സാധനങ്ങൾ വരുമ്പോ അത് ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം അല്ലെ. അതുപോലെ ദ മൂവ്മെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോറിൽ നിന്ന് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമുക്ക് ഉപകരണങ്ങൾ കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഈ ഒരു സ്റ്റോറിൽ നിന്ന് കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് മൂവ്മെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് വരാം. ആ നെസസറി മൈനർ റിപ്പയർസ്, ഇനി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള റിപ്പയറുകളോ കാര്യങ്ങളോ ആവശ്യമായി വന്നാൽ അതിനുള്ള സൗകര്യം കൂടി ആര് ചെയ്തു കൊടുക്കണം? ഈ ഒരു സ്റ്റോർ കീപ്പർ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? അത് 5th പോയിന്റോ? റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ?
ഇപ്പൊ പല വിധത്തിലുള്ള ഐറ്റംസ് അല്ലേ ആ ഒരു സ്റ്റോറിലേക്ക് വരുന്നത് അല്ലെ, പലതരത്തിലുള്ള ഐറ്റംസ് അല്ലേ. അപ്പൊ ആ ഒരു പലതരത്തിലുള്ള ഐറ്റംസിനെ ഒരുമിച്ചല്ലല്ലോ നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? സെപ്പറേറ്റ് ആയിട്ട് അല്ലെ, തരം തിരിച്ച് എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതാണ് റൊട്ടേറ്റ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. തരം തിരിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. Then coordinate the disposal of surpluses. ഈ വരുന്ന സാധനങ്ങളിൽ സ്റ്റോക്ക് ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ ചിലപ്പോ എന്ത് ചെയ്യാം? പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവാം അല്ലെ. ചിലപ്പോൾ ഡാമേജുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ചിലപ്പോൾ പലതും എന്താണ് ചീത്തയായി പോവാം, ഡാമേജ് ചെയ്ത് വന്നു പോവാം, പൊടിഞ്ഞു പോവാം, ചിലപ്പോൾ പൊട്ടിപ്പോവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്പോസൽ ചെയ്യുക. ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു സ്റ്റോർ കീപ്പർ ആണ്. ക്ലിയർ ആണോ? 5th പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം, തുടങ്ങാനുള്ള ടൈം ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പിൽഫറേജസ് ആൻഡ് വേസ്റ്റസ് ഇൻ ഹോസ്പിറ്റൽ ആണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലില് മോഷണങ്ങളൊക്കെ നടക്കില്ലേ, നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്താം കേട്ടോ. കുറച്ച് 2 പേജും കൂടി ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. നോക്കി, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷണം അല്ലെ, അല്ലെങ്കിൽ കളവുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ചിലപ്പോ വേസ്റ്റ് ആയിട്ട് വരാറുണ്ട് അല്ലെ. അതിന്റെയൊക്കെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ നിന്ന് മോഷണം പോകുന്നത് അല്ലെ, എന്തൊക്കെ രീതിയിലുള്ള പിൽഫറേജ് അല്ലെങ്കിൽ മോഷണങ്ങളാണ് അവിടെ നടക്കുക അല്ലെ. ഏരിയാസ് ഏതൊക്കെയാണ് പ്രധാന ഏരിയാസ്? അതുപോലെ ഡ്രഗ് സ്റ്റോർസ് ആണോ, അവിടെ നിന്ന് പോവാറുണ്ട്. ഇനി അതിനെയൊക്കെ തടയാനായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, വായിക്കുന്നുണ്ടോ വീട്ടിൽ വെച്ച്? എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം.